ഏവർക്കും കിച്ചപ്പനാൻ വ്ളോഗ്സിലെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് ഹാർദവമായ സ്വാഗതം. നേരത്തെ സൂചിപ്പിച്ചത് കൊല്ലം ജില്ലയിലെ പള്ളിമൺ ചാലക്കര എന്ന ദേശത്തിൻ്റെ മനോഹരമായ ദൃശ്യമായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ചില ബാക്കി ഭാഗങ്ങൾ കൂടിയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ കാണുന്നതെല്ലാം മുമ്പൊരു തെങ്ങിൻ തോപ്പ് തന്നെയായിരുന്നു. കുറച്ച് കുട്ടികൾ ഇപ്പോൾ അവിടെ കുളിക്കുവാനായിട്ട് കടന്നു വരുന്നുണ്ട്. അവരവിടെ കളിയും ചിരിയുമായി അവിടെ ഉല്ലസിക്കുകയാണ്. ഇതെല്ലാം തെങ്ങിൻ തോപ്പായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവിശ്വസനീയം തന്നെയാണല്ലേ. മനുഷ്യൻ്റെ പ്രവർത്തനം മൂലം അവർ മണൽ വാരാനും ചെളിയെടുക്കാനായിട്ട് സകലതും നശിപ്പിച്ചിരുന്നു. ഇന്നിതെല്ലാം ഒരു പുഴയായി മാറി, ആറായും പുഴയായും കായലായും. അത് പരിവർത്തനം ചെയ്ത് ഇത് നേരെ ചെന്നെത്തുന്നത് ഇത്തിക്കരയാറിലേക്കാണ്. ഇതൊരു ചെറിയൊരു വഴിയാണ്. ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ ഇവിടുന്നൊക്കെ ഈ മണൽ കൊണ്ടുപോകുവാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നതായിരുന്നു. ഈ കാണുന്ന വലിയ ഈ ജലാശയം, അതായത് ഈ നദി എന്ന് പറയുന്നത് തന്നെ മുഴുവനും തെങ്ങിൻ തോപ്പായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് മുഴുവൻ അങ്ങറ്റം വരെയും തെങ്ങുകളാൽ സുലഭമായി നിന്നിരുന്ന പ്രദേശമായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ നോക്കിക്കേ, ഇതെല്ലാം മാറി ഒരൊറ്റ തെങ്ങ് പോലും അവിടെ കാണാൻ കഴിയുന്നില്ല. വളരെ നദിയിൽ ജലത്തിൽ മുങ്ങി നിപതിച്ച് കിടക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നാലിപ്പോൾ പോലും മനസ്സിലാക്കാൻ കഴിയുന്നത് സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടുന്ന് ഒരുപാട് മീനുകളെ ആൾക്കാർ വന്ന് കാസ്റ്റിംഗ് ചെയ്തൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. കാലക്രമേണ ഭൂമിയുടെ രീതിയും ഇതുപോലെ മാറ്റപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് താറാവുകൾ ഇങ്ങനെ അതിൻ്റെ തീറ്റ തേടി ആശാമാരിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതവിടെ ക്യാമറ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു അതങ്ങോട്ട് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. നമ്മളതിനെ ശല്യം ചെയ്യേണ്ട, എന്തിനാ അതിനെ ശല്യം ചെയ്യുന്നല്ലേ. വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു ഇത് നിങ്ങൾക്ക് വന്ന് കാണുവാൻ കഴിയണമെങ്കിൽ നേരെ കൊല്ലം ജില്ലയിൽ നിന്ന് പള്ളിമൺ വില്ലേജിൽ ചാലക്കര എന്ന ദേശത്ത് വന്നാൽ നിങ്ങൾക്ക് ഈ ദേശം കാണുവാൻ കഴിയും. ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനൊക്കെ നല്ല അവസരങ്ങളുണ്ട്. സമീപമൊക്കെ ഇപ്പം മരങ്ങളാലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാനിങ്ങനെ നോക്കുന്നത് നേരത്തെ തെങ്ങായിരുന്നു ഇവിടെ മുഴുവൻ. ഒരുപാട് കായ്ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ആ കാണുന്ന എല്ലാം തെങ്ങും തോപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരൊറ്റ തെങ്ങ് പോലും കാണാനില്ല. നോക്കിക്കേ, മുഴുവൻ അവിടെ ചെളി എടുത്തതിന് ശേഷം ആൾക്കാർ അവിടെ മണൽ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരുപാട് മണൽ ഇവിടെ നൂറ്റി ലാസ്റ്റ് അത് കേസായി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് വലിയ ഒരു ജലാശയം, ഒരു ആറായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ ക്യാമറ കൊണ്ട് അവിടെയൊക്കെ ചെന്ന സമയത്തൊക്കെ ആൾക്കാരൊക്കെ അതെങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, എന്തോ സംഭവം എന്നറിയാൻ വേണ്ടി. ഈ കാണുന്നതും മുമ്പൊരു തെങ്ങിൻ തോപ്പായിരുന്നു. പുഞ്ചപ്പാടവും തെങ്ങിൻ തോപ്പും ഒക്കെ ചേർന്നതായിരുന്നു. പക്ഷെ അതിൻ്റെ രൂപവും ഇപ്പോൾ മാറ്റപ്പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനല്ലേ. മനുഷ്യൻ്റെ പ്രവർത്തനം മൂലം ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പറയാം. അങ്ങോട്ട് പോയപ്പോഴാണ് ഒരു ചേട്ടൻ കാസ്റ്റിംഗ് ചെയ്യുന്നത് കണ്ടെത്താൻ സ്റ്റിക്ക് കൊണ്ട് അവിടെ മീൻ പിടിക്കുകയായിരുന്നു. ഞാൻ ആ പ്രിയ ചേട്ടൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. അദ്ദേഹം ഒന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അവിടെ എല്ലാം ഈ പായൽ പിടിച്ച് കിടക്കുകയാണ്. ചേട്ടന് ഒന്നും ലഭിച്ചില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ചേട്ടന് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചു. ചേട്ടന് വളരെ വേഗത്തിലൊരു മീൻ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്തു. ഞാൻ കുറച്ച് കാര്യം ഈ കാണുന്നതും നേരത്തെ തെങ്ങിൻ തോപ്പായിരുന്നു. അങ്ങറ്റം വരെയും തെങ്ങുകളാൽ നിറഞ്ഞു നിന്നതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, അതും ഇപ്പോഴൊരു ആറായിട്ട് മാറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത വീഡിയോയുടെ പ്രചോദനം. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.